കേരളത്തിൽ പുതിയൊരു ജില്ല, അത് എവിടെയായിരിക്കും വന്നേക്കുക? ഏറ്റവും വികസനം കുറവുള്ള കാസർഗോഡ്, വയനാട്, മലപ്പുറം, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലാണ്? അതോ ഏറ്റവും വിസ്തീർണം കൂടുതലുള്ള മലപ്പുറം, പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ്? എവിടെയായാലും കാര്യം എന്തായാലും പുതിയൊരു ജില്ല വരാനുള്ള സാധ്യത തെളിയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് തിരുവനന്തപുരം ജില്ലയുടെ നെയ്യാറ്റിൻകര മേഖല പുതിയൊരു ജില്ലയായി രൂപീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഏകദേശം നമ്മുടെ സർക്കാർ അതിന് പച്ചക്കൊടി കാണിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഏകദേശം 2200 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ആ ജില്ലയാണ് വിഭജിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ മൂവാറ്റുപുഴ മേഖല മറ്റൊരു പുതിയ ജില്ലയായി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അതിനും സർക്കാർ സമ്മതിച്ചേ പറ്റൂ. കാരണം ആ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലക്കും നെയ്യാറ്റിൻകര ജില്ലക്കും ആ മേഖലയുടെ വികസന പോരായ്മ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നൊക്കെയാണ് പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ 2000-ഉം 2200-ഉം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ജില്ലകളൊക്കെ വിഭജിക്കുമ്പോൾ പകരം 3500-ൽ അധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മലപ്പുറം ജില്ല എന്തുകൊണ്ട് വിഭജിക്കുന്നില്ല? അല്ലെങ്കിൽ അത്രയുമൊരു ആവശ്യം എന്തുകൊണ്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ആരും ഉന്നയിക്കുന്നില്ല? അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് മുഖം തിരിക്കുന്നില്ല? പ്രത്യേകിച്ച് ഏറ്റവും വലിയ വിസ്തീർണമുള്ള ഒരു ജില്ല ആലപ്പുഴ ജില്ലയും തിരുവനന്തപുരം ജില്ലയും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയും മലപ്പുറമാണ്. നെയ്യാറ്റിൻകരയിലും മൂവാറ്റുപുഴയിലും ഇല്ലാത്ത എന്ത് വികസനമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും പൊന്നാനിയിലുമുള്ളത്? വികസനത്തിൻ്റെ പോരായ്മ കാണിച്ചുകൊണ്ടാണ് ജില്ലാ വിഭജനം എങ്കിൽ പൊന്നാനിയിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ ഒരു പുതിയ ജില്ല അനിവാര്യമല്ലേ? ഈ വസ്തുത നിലമ്പൂർ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും. ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള മേഖല, ഏറ്റവും ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന മേഖല, ഇതൊക്കെയുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയല്ലേ? നല്ല നിലവാരമുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും മലപ്പുറം ജില്ലയിലില്ല. പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇന്നേ വരെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെല്ലാം വന്നിട്ടും ഇതേവരെ ഉണ്ടായിട്ടില്ല. ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ റബ്ബ് പോലെയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായ ജില്ല. പക്ഷേ സ്വന്തം ജില്ലക്കൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇന്നേ വരെ കൊണ്ടുവരാൻ അവർക്കാർക്കും സാധ്യമായിട്ടില്ല. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ അഭാവമുള്ള ജില്ലയും മലപ്പുറം ജില്ലയാണ്. പിന്നെ ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ കാര്യം പറയേണ്ടതില്ല. അത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് ബിരുദ പഠനത്തിനുള്ള സൗകര്യം നോക്കിയാലും മലപ്പുറം ജില്ലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വിരളമാണ്. ഗവൺമെൻറ് കോളേജുകളുടെ അഭാവം. ഇനി മലപ്പുറം ജില്ലയുടെ ആരോഗ്യ മേഖല നോക്കിയാലും വളരെ മോശമാണ്. പാവപ്പെട്ട രോഗികൾക്കൊരു ചികിത്സക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്നീ മേഖലയിലേക്ക് തിരിയണം. ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് ഒരു മഞ്ചേരി ആസ്ഥാനമായി ഒരു മെഡിക്കൽ കോളേജ് വന്നെങ്കിലും ഇപ്പോഴും അത് വേണ്ട പോലെയുള്ള ചികിത്സാ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലും നിലമ്പൂരിലുമുള്ള അല്ലെങ്കിൽ പൊന്നാനിയിലും വഴിക്കടവ് മേഖലയിലുമുള്ള പാവപ്പെട്ട രോഗികൾക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാൻ സാധ്യമല്ല. കാരണം അത്രത്തോളം യാത്ര ചെയ്തതുകൊണ്ട് കാര്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ലഭ്യമല്ല. അപ്പോൾ പിന്നെ നിലമ്പൂർ മേഖലയിൽ നിന്ന് കോഴിക്കോടിനെയും അതുപോലെ പൊന്നാനി മേഖലയിൽ നിന്ന് തൃശ്ശൂരിനെയുമാണ് ആളുകൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തിരൂര്, പൊന്നാനി കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല അനിവാര്യമാണ്. നമുക്കറിയാം, പുതിയൊരു ജില്ല രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനു വേണ്ട പുതിയ എല്ലാ MP ഫണ്ടുകളും ലഭ്യമാകും. കേന്ദ്രത്തിൽ നിന്ന് നിരവധി ഫണ്ടുകൾ ലഭ്യമാകും. ആ മേഖലയുടെ വികസനത്തിന് അത് ഗുണകരമാകും. പുതിയ മെഡിക്കൽ കോളേജ് നിർബന്ധമായും ഉണ്ടാക്കേണ്ടി വരും. പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ നിർബന്ധമായും ഉണ്ടാക്കേണ്ടി വരും. നെയ്യാറ്റിൻകരയിലും അതുപോലെ മൂവാറ്റുപുഴയിലുമുള്ള മന്ത്രിമാരെ
അല്ലെങ്കിൽ അവിടുത്തെ MLA-മാർ MP-മാരൊക്കെ പുതിയൊരു ജില്ലയുടെ ആവശ്യകത ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ MP-മാരും MLA-മാരും ജില്ല വിഭജനത്തിന് ആവശ്യപ്പെടാത്തത്? മുസ്ലിം ലീഗിന് മലപ്പുറം കേന്ദ്രമായി ഒരു മെഡിക്കൽ കോളേജ് എന്നോ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഇനിയും ഉണ്ടായിട്ടില്ല. അഹമ്മദ് സാഹിബിൻ്റെ കാലത്ത്, അതായത് അദ്ദേഹം സഹമന്ത്രിയായി തുടരുന്ന കാലത്ത്, ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് പാണക്കാട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നു. ഏകദേശം ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അത് ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി. ആ സ്ഥലം, അതിനുവേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം തൽക്കാലം ഇൻഗലിന് വിറ്റു കാശാക്കി. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ വന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി ഇനിയും ഒരു സ്വതന്ത്ര സർവകലാശാല പോലെ ഉയർന്നിട്ടില്ല. കാരണം അതിൽ ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ ഉണ്ടാകേണ്ട ഘടകങ്ങളൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഒരു സർവകലാശാലയ്ക്ക് കീഴിൽ ഒരു മെഡിക്കൽ കോളേജ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു സയൻസ് കോളേജ് എന്നിങ്ങനെ പല ഘടകങ്ങളും അനിവാര്യമാണ്. ഇപ്പോഴും കേവലം ഒരു ലോ കോളേജിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആ ഓഫ് ക്യാമ്പസ്. ഇത്തരം നിരവധി പോരായ്മകളിൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല എന്തുകൊണ്ടും വിഭജിക്കപ്പെടേണ്ടതാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് EMS നമ്പൂതിരിപ്പാട് ചുക്കാൻ പിടിച്ചുവെങ്കിൽ ഇനി അതിൻ്റെ വിഭജനത്തിന്, അല്ലെങ്കിൽ പൊന്നാനി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തിരൂർ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കുന്ന ആവശ്യകതയ്ക്ക് മുസ്ലിം ലീഗ് നേതൃത്വം ചുക്കാൻ പിടിക്കേണ്ടതാണ്.